കൊല്ലത്ത് നിന്നും പുറപ്പെട്ട് മാമലക്കണ്ടം വഴി ആനക്കുളവും കണ്ട് അവിടെ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്കൊരു യാത്ര. മൂന്നാറിലേക്ക് പോയി അവിടെ വരയാടിനെയൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്നും നേരെ മറയൂരിൽ നിന്ന് കാന്തല്ലൂര്. അങ്ങനെയുള്ള 3 ദിവസത്തെ യാത്രയുടെ ആദ്യ ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് മാമലക്കണ്ടത്തെ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണ്, ജീപ്പ് മാത്രം കയറുന്ന വഴി. ഞങ്ങൾ ബൈക്കിലാണ് പോയത്. തിരിച്ച് വന്നപ്പോൾ ഈ ജീപ്പിലെ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ലിഫ്റ്റ് തന്നതാണ് താഴേക്ക്. ഇത് നമ്മൾ മാമലക്കണ്ടത്ത് നിന്നും ആനക്കുളത്തേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു കാട്ടാനയുടെ വീഡിയോ ആണ്. നമുക്ക് ആനക്കുളത്ത് പോയി നല്ല വിശാലമായി ആനയെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഞങ്ങൾ കൊല്ലത്ത് നിന്നും അടൂര്, പത്തനംതിട്ട, പാല, തൊടുപുഴ വഴിയാണ് മാമലക്കണ്ടത്തേക്ക് പോയത്. പോകുന്ന വഴിക്ക് വണ്ടി ചെറിയൊരു പണി തന്നു. വണ്ടിയുടെ ചെയിൻ പാഡ് ഒന്ന് മാറേണ്ടി വന്നു. കുറച്ച് ഡിലേ ആയി, കുറച്ച് താമസിച്ചു. എന്നാലും ഞങ്ങൾ ഏകദേശം ഉച്ചയോടുകൂടി മാമലക്കണ്ടത്തെത്തി. ഏകദേശം 204 കിലോമീറ്റർ ആണ് കൊല്ലത്ത് നിന്നും മാമലക്കണ്ടത്തേക്കുള്ള ഏകദേശ ദൂരം എന്ന് പറയുന്നത്. 4 മണിക്കൂർ അല്ല, എക്സാക്ട് ഒരു 5 മണിക്കൂർ സമയം നമുക്ക് വേണ്ടി വരും. ബ്രേക്ക് ഒന്നും എടുക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5.5 മണിക്കൂർ നമ്മൾ കണക്ക് കൂട്ടണം. അതിരാവിലെയൊക്കെ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് നേരത്തെ തന്നെ മാമലക്കണ്ടത്ത് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ ഏകദേശം ഉച്ചയോടുകൂടി ഞങ്ങൾ മാമലക്കണ്ടത്ത് എത്തിച്ചേർന്നു. മാമലക്കണ്ടത്ത് എത്തിയിട്ട് ഞങ്ങൾ ആദ്യമായി പോകാൻ പ്ലാൻ ചെയ്യുന്നത് മുനിയറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ചെറിയൊരു കുന്ന് കയറി വേണം അവിടേക്ക് പോകാൻ. ആ പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചയാണിത്. നല്ല തെളിഞ്ഞ വെള്ളമുള്ള ചെറിയൊരു കലങ്ങ്. അത് അപ്പുറം കൈവരിയൊന്നും ഇല്ലാത്തൊരു കലങ്ങാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നേറ്റത്തേക്ക് യാത്ര തുടർന്നു. ഇതൊക്കെ തന്നെ പക്ക ഓഫ് റോഡാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം, ഇല്ലെങ്കിൽ സ്ലിപ്പായി വീഴാൻ സാധ്യതയുണ്ട്. നല്ല ചെളിയൊക്കെ നിറഞ്ഞ് കിടക്കുന്ന ഒരു വഴി. ആ വഴി കൂടി ഞങ്ങൾ കുറേ മുന്നോട്ട് പോയി. അപ്പോൾ നല്ല കയറ്റമുണ്ട്. ചില ഭാഗത്തൊക്കെ ചെളിയാണെങ്കിൽ ചില ഭാഗത്തൊക്കെ നല്ല പാറ കെട്ടുകൾ ഇതുപോലെ ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിച്ചൊരു ഘട്ടം എത്തിയപ്പോൾ പിന്നീട് പോകുന്നില്ല എന്ന് കണ്ട് ഞങ്ങൾ മെല്ലെ വണ്ടി അവിടെ സൈഡാക്കി. എന്നിട്ട് പിന്നെ നടക്കാൻ ആരംഭിച്ചു. അങ്ങനെ കുറെ നേരത്തെ നടത്തത്തിനൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ട ഒരു സ്ഥലമാണിത്. മുനിയറ നിൽക്കുന്ന ആ മലയുടെ ചുറ്റുഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ്. എങ്ങും പച്ചപ്പ് നിറഞ്ഞ മലകൾ ചുറ്റും. ഞങ്ങൾ ആ മുനിയറ നിൽക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് നടന്നു. ഈ കാണുന്നതാണ് മുനിയറ എന്ന് പറയുന്നത്. 3 ഭാഗങ്ങളായിട്ട് തിരിഞ്ഞ ഒരു അറകളാക്കി തിരിക്കപ്പെട്ട ഒരു ഭാഗം. അതിന്റെ മുകൾ ഭാഗം കല്ലുകൊണ്ട് അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. പ്രാചീന മനുഷ്യർ താമസിക്കാൻ വേണ്ടി ഉപയോഗിച്ചതോ അത് അല്ല എങ്കിൽ മറ്റ് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കാടുമാർഗം കേരളത്തിലേക്ക് വരുന്ന വഴിക്ക് അവർക്ക് വിശ്രമിക്കാൻ ആവശ്യമായ രീതിയിൽ പാകപ്പെടുത്തിയ എടുത്ത നിലയ്ക്കുള്ള അറകളാണ് ഈ കാണപ്പെടുന്നത്. അതിനെയാണ് പിൽക്കാലത്ത് മുനിയറകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ചില പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇവിടെ വിളക്ക് കത്തിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പവിത്രമാക്കപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ മുനിയറ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടേക്ക് വരാൻ ജീപ്പ് സഫാരി അവൈലബിൾ ആയിരിക്കും. ജീപ്പിലേക്കൊക്കെ ഇങ്ങോട്ടൊക്കെ ഉള്ള യാത്ര അടിപൊളിയായിരിക്കും. കാരണം അതുപോലെയുള്ള റോഡാണ്, പക്ക ഓഫ് റോഡാണ്. ഒരു പ്രത്യേക അനുഭവം തന്നെ ആയിരിക്കും ജീപ്പിൽ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ. മാമലക്കണ്ടത്ത് വന്നാൽ പ്രധാനപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കും, അതായത് എല്ലാ വ്യൂ പോയിന്റിലേക്കും പോകുന്നതിന് ജീപ്പ് സഫാരി തന്നെ ആശ്രയിക്കേണ്ടി വരും. അതല്ല എങ്കിൽ ബുള്ളറ്റ് പോലെ അല്ലെങ്കിൽ ഈ ഓഫ് റോഡ് പോകാൻ കഴിയുന്ന ബൈക്കോ കാറോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്വന്തം നിലയ്ക്കും പോകാൻ സാധിക്കുന്നതാണ്.
ഞങ്ങൾ അവിടെ നിന്നും നേരെ ഇറങ്ങിയത് മാമലക്കണ്ടത്ത് വന്നാൽ ആരും മിസ് ചെയ്യാത്ത ഒരു സ്പോട്ടിലേക്കാണ്. അത് അവിടുത്തെ ഗവൺമെന്റ് സ്കൂളാണ്. വളരെ പ്രസിദ്ധമായ ആ ഗവൺമെന്റ് സ്കൂളിന്റെ പിക്ചറും വീഡിയോയും കണ്ടാണ് ഈ ഭാഗത്തേക്ക് കൂടുതൽ ടൂറിസ്റ്റുകൾ എത്താൻ തുടങ്ങിയത്. ആ സ്കൂളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മാമലക്കണ്ട സ്കൂളിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഈ റോഡിലൂടെ മുന്നോട്ട് പോയാലാണ് നമുക്ക് പഴയ ഓൾഡ് ആലുവ മൂന്നാർ പാത വഴി കാട്ടിനകത്തൂടെ മൂന്നാറിലേക്ക് പോകുന്ന ആ ഫോറസ്റ്റ് എൻട്രിയിലേക്ക് എത്തുക. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോഴാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസർ പറഞ്ഞത് 23/12/2023 മുതൽ പുറത്തു നിന്നുള്ള ടൂറിസ്റ്റുകളെ കടത്തി വിടേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് വരുന്നത്. ഇനി അന്നാട്ടുകാർക്കല്ലാതെ വേറെ ആർക്കും ആ കാനനപാത വഴി മൂന്നാറിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന വാർത്ത അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ മറ്റൊരു വ്യൂ പോയിന്റിലേക്കുള്ള കയറ്റം ആരംഭിച്ചിരിക്കുന്നു. ബുള്ളറ്റിലാണ്. ഏകദേശം ഇവിടെ എത്തിയപ്പോഴത്തേക്കിന് ഞാനും ബുള്ളറ്റും കതച്ചു. ബുള്ളറ്റ് പയ്യ അവിടെ സ്റ്റാൻഡിട്ട് വെച്ചതിന് ശേഷം പിന്നീടുള്ള കയറ്റം ഞങ്ങൾ നടന്നു കയറാൻ വേണ്ടി തീരുമാനിച്ചു. ഇല്ലെങ്കിൽ വീണ് എവിടെയെങ്കിലുമൊക്കെ ഓടിയാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നേരത്തെ ശെന്തുരുണി വനപാതയിൽ ഫോറസ്റ്റ് ട്രക്കിങ്ങിന് കൂടെ ഉണ്ടായിരുന്ന എൻ്റെ മകനാണ്. അവനുമായിട്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ഞങ്ങൾ പിന്നീടുള്ള വഴികൾ നടന്നു കയറി. കൂട്ടിന് ഞങ്ങളോടൊപ്പം മുന്നേ നടന്നുകൊണ്ട് അവിടുത്തുകാരനായ ഒരു നായയും ഉണ്ടായിരുന്നു വഴികാട്ടിയായി. പോയിന്റിൽ വെച്ച് കണ്ട പൂച്ചയുടെ കുറച്ച് ഫോട്ടോസ് എടുത്തതാണ് ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും അടിപൊളി കാഴ്ചയാണ് ആ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുന്ന സമയത്ത് വരുന്ന 2 ജീപ്പ് നിറയെ ആളുകൾ അങ്ങോട്ടേക്ക്. കാരണം അവിടെ ഒരു സ്റ്റേ ഉണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് 2-3 സ്റ്റേ ചെയ്യാൻ സാധിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് വീണ്ടും താഴേക്ക് പോയാൽ വീണ്ടും അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഞങ്ങൾക്ക് ഇനി നേരെ ആനക്കുളത്തേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് കൂടുതൽ അവിടെ നിന്ന് സമയം കളയാനില്ലാത്തത് കൊണ്ടും ഞങ്ങൾ തിരികെ നടന്നു. അങ്ങനെ തിരികെ നടക്കാൻ ഇറങ്ങുമ്പോൾ അങ്ങനെ മുകളിലേക്ക് കയറിപ്പോയ ഒരു ജീപ്പ് അവിടെ ആളെ ഇറക്കിയതിന് ശേഷം തിരികെ വരുന്നു. ആ ചേട്ടൻ ഞങ്ങളെ കൂടി അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറ്റി താഴേക്ക് ബൈക്ക് ഇരിക്കുന്നിടത്തേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഞങ്ങളെ കൂടി കൂട്ടി. ഏതായാലും ആ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ജീപ്പ് സഫാരി ആവശ്യമുണ്ട് എങ്കിൽ, കാരണം ജീപ്പ് സഫാരി ആവശ്യമായി വേണ്ടി വരും. കാരണം ഇങ്ങോട്ടേക്ക് ജീപ്പ് അല്ലാതെ മറ്റൊരു വണ്ടിയും കയറി വരികയില്ല. അങ്ങനെ ജീപ്പിൽ വരുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്.
അങ്ങനെ ഞങ്ങൾ ആ ചേട്ടൻ താഴെ കൊണ്ടിറക്കി ഞങ്ങൾ അവിടെ നിന്നും ബൈക്ക് എടുത്ത് നേരെ ആനക്കുളം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. ആനക്കുളത്തേക്ക് പോകുന്ന പഴയ കാനന പാത അടച്ചിട്ടിരിക്കുന്നു എങ്കിലും നമ്മൾ പോകുന്ന പുതിയ റോഡ് വഴിയാണെങ്കിലും അതും കാട് തന്നെയാണ്. ആനയും മറ്റ് വന്യജീവികളെയും ഒക്കെ കാണാൻ സാധ്യതയുള്ള മേഖല തന്നെയാണ്. അങ്ങനെ പോകുമ്പോഴാണ് വഴി വെച്ചൊരു ചേട്ടൻ പറഞ്ഞത് റോഡിനോട് ചേർന്ന് ആന ഇറങ്ങി നിൽപ്പുണ്ട്, ശ്രദ്ധിച്ചു പോകണം എന്ന്. അങ്ങനെ ഞങ്ങൾ ആനയെ നോക്കി വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതാ റോഡ് സൈഡിൽ തന്നെ കുറച്ച് ആളുകൾ കൂടി നിൽപ്പുണ്ട്. ആനയെ കണ്ടിട്ട് വണ്ടി നിർത്തിയ ആളുകളാണ്. ഏതായാലും ഞങ്ങൾ അവിടെ വണ്ടി സൈഡാക്കി മെല്ലെ ഇറങ്ങി കാട്ടിനകത്തേക്ക് നോക്കുമ്പോൾ കുറെ കാട്ടാനകളുണ്ട്. ഏകദേശം ഒരു 7-8 കാട്ടാനകളുടെ കൂട്ടം ഉണ്ടായിരുന്നു. അതിങ്ങനെ മെല്ലെ ഞങ്ങളുടെ വണ്ടിയുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് അകത്തേക്ക് കയറിപ്പോയി. കൂട്ടത്തിലുള്ളതൊക്കെ ഏറ്റവും അവസാനം ആ ഗ്യാങ്ങിന്റെ ലീഡർ സേഫ്റ്റിയൊക്കെ ഉറപ്പാക്കിയിട്ട് അവസാനം കയറി പോകുന്ന ആന ഞങ്ങളുടെ മുന്നിലേക്ക് ജസ്റ്റ് ഒരു ദർശനം തന്നിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അതും മെല്ലെ മുകളിലേക്ക് കയറിപ്പോയി. ശരിക്കും ആന കൂട്ടം കൂട്ടമായിട്ട് ഇറങ്ങുന്ന ഒരു മേഖലയാണിത്. കാരണം അതിന് ആവശ്യമായ തീറ്റ ഇഷ്ടം പോലെ ഈ മുളയുടെ ഈറ്റയുടെ പിന്നെ ഈ ഇലകളാണ് ഏറ്റവും കൂടുതൽ, ഈ ഇളം മധുരമുള്ള ഈ ഇലകളാണ് ആനയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം. അത് കഴിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആനക്കൂട്ടങ്ങളാണ് ഇതൊക്കെ തന്നെ. അതിങ്ങനെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഈ ആന ഇതാണ് അതിന്റെ ഒരു ലീഡർ. മിക്കപ്പോഴും ഒരു ആനക്കൂട്ടത്തിന്റെ ലീഡർ എന്ന് പറയുന്നത് പിടിയാന തന്നെ ആയിരിക്കും. ആ ആനയായിരിക്കും ഏറ്റവും അവസാനം അത് കാട്ടിനകത്തേക്ക് കയറി പോകുന്നത്. അങ്ങനെ ആ ആനയും കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. കാരണം വൈകുന്നേരം ആനക്കുളമാണ് ഇനി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ആനക്കുളത്താണ് ഇന്നത്തെ സ്റ്റേയും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നേരെ ആനക്കുളത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ആനക്കുളത്ത് എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഉറപ്പായിട്ടും അവിടെ ആന ഉണ്ടാവും. ആ ആനക്കുളത്തിലേക്ക് ആനകൾ ഇറങ്ങും. അപ്പോൾ ആന ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് പ്രകാരം ഞങ്ങൾ നല്ല വേഗത്തിൽ തന്നെ ആനക്കുളത്തേക്ക് വിട്ടു. ഈ പിന്നെ ആനക്കുളത്തിന് മാങ്കുളം എന്ന ഒരു പേര് കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മാവലക്കണ്ടത്ത് നിന്നും ആനക്കുളത്തേക്ക് പോകാൻ ഏകദേശം 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ സമയം എടുക്കും. ഏതായാലും ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കിന് ഈ കാണുന്ന കണക്ക് ഒരു കൂട്ടം ആനക്കുളത്ത് കിടന്ന് അർമാദിക്കുകയാണ് വെള്ളത്തിനകത്ത്. ശരിക്കും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വലിയൊരു കൂട്ടം തന്നെയുണ്ട്. വളരെ ചെറിയ ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച പ്രായമുള്ള ആന മുതൽ വലിയ ആന വരെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കൊമ്പനും സാധാരണ കാണാത്തതാണ്, പക്ഷേ ഈ കൂട്ടത്തിൽ കൊമ്പനാനയും ഉണ്ടായിരുന്നു. ശരിക്കും ഈ ആനക്കുളത്തിലേക്ക് ആനയെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അവിടെയുള്ള ഒരു ഉറവയാണ്. അതിന് ശരിക്കും ഉപ്പ് രസമുണ്ട്. അങ്ങനെ എന്തോ ധാതു ലവണങ്ങൾ, ആനയെ മത്തു പിടിപ്പിക്കുന്ന എന്തോ ധാതു ലവണങ്ങൾ ഈ സ്പോട്ടിൽ ഉള്ളത് കൊണ്ടാണ് ആന കൂട്ടങ്ങൾ എപ്പോഴും ഈ സ്പോട്ട് തേടി വരുന്നത്. ഇതിലേക്കൂടി ഈ ഭാഗത്തൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ആനക്കൂട്ടങ്ങളും ഈ സ്പോട്ടിൽ വന്ന് ഇവിടുന്ന് വെള്ളം കുടിച്ച് ഒരു രാത്രി മുഴുവൻ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ 3 മണിക്കൂർ വരെ പോകാം. ചിലപ്പോൾ അത് 6-7 മണിക്കൂറും വരെ ആനക്കൂട്ടങ്ങൾ ഇങ്ങനെ ഈ പിന്നെ ആനക്കുളത്ത് ചെലവഴിക്കാറുണ്ട്. വൈൽഡ് എലിഫന്റിനെ ഇത്ര അടുത്ത് കാണാൻ കഴിയുന്ന മറ്റൊരു സ്പോട്ട് കേരളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രൂപത്തിൽ മാങ്കുളം ഈ ആനക്കുളം വളരെ ഫേമസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ യാത്ര ശരിക്കും പറഞ്ഞാൽ മാമലക്കണ്ടം, ആനക്കുളം, അതേപോലെ തന്നെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഈ ആനക്കുളത്താണ്. ഇവിടെ ഒരു റൂം ഞങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ട്. 700 രൂപയ്ക്ക് വളരെ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു റൂമാണ് കിട്ടിയത്. അപ്പോൾ ആ റൂമിൽ ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പിന്നെ ഇവിടുത്തെ വെള്ളച്ചാട്ടവും വ്യൂ പോയിന്റുകളൊക്കെ കണ്ടിട്ട് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് പോകും. അപ്പോൾ ആ വീഡിയോ ആണ് ഇനി അടുത്തത് വരാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോയും മുഴുവനായിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.